പൂച്ചക്കുട്ടന്മാർ ഇത്തിരി പിണക്കത്തിലാണ് കേട്ടോ. രണ്ടുപേരും തമ്മിൽ എന്തോ കണ്ണുകടിയുണ്ട്. അത് ഞാനങ്ങനെ പതുക്കെ പതുക്കെ നോക്കി നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇന്ന് ഇത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് കുറേ നാളായ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സ്പെഷ്യൽ നല്ല കുറേ ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഞണ്ട്, ചെറിയ ഞണ്ടാണ് എന്നാലും കുഴപ്പമില്ല. തോരനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തോരനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാമല്ലോ എന്ന് കരുതി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് നേരെ ഞണ്ട് കറി വെക്കാൻ പോയാലോ. ഇതാ കണ്ടോ, റബ്ബറൊക്കെ ഇല പൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇനി തകർപ്പൻ ലുക്കായിരിക്കും. ഈ റബ്ബറെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ നല്ല വരിവരിയായിട്ട് നിൽക്കുന്ന റബ്ബറുകളൊക്കെ ഉണ്ടല്ലോ, നല്ല തകർപ്പൻ ലുക്കായിരിക്കും കേട്ടോ കാണാൻ. ഈശ്വരോ. പക്ഷെ ചേട്ടനാണെങ്കിൽ ഇതൊക്കെ കണ്ട് എന്തും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചേട്ടന് വലിയ കാര്യമല്ല, എനിക്ക് വലിയ കാര്യമാണ്. ഞാനതുകൊണ്ട് റബ്ബർ കൂട്ടന്മാരെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. റബ്ബറിനെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തിയെടുക്കും. ഇതൊന്നുമല്ല ഇനി, പക്ഷേ ഇത് കരികില തൂക്കലൊരു ജോലിയാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വന്ന് വീഴുന്ന കരികില തൂക്കുന്നത് ഒരു വലിയ ടാർഗറ്റാണ്. കണ്ടോ, അങ്ങന്നുള്ള കരികിലകളെല്ലാം പറന്നെത്തിക്കോളും. നമ്മുടെ വീടിൻ്റെ അകത്ത് വരെ വേണമെങ്കിലും പറന്നെത്തിക്കോളും. പിന്നെ അതൊരു കത്തിച്ച് കളയുന്നൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഞണ്ടിലേക്ക് പോകാം ഫ്രണ്ട്സ്. കുട്ടന്മാരതാ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാ ടക്ക് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഈ ഞണ്ടിന് വേണ്ട സവോള, ഉള്ളി കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനും ഞാൻ ലൈവായിരുന്നു കേട്ടോ ചെയ്തത്. ആ സമയത്ത് ഞാനൊരു ലൈവ് ഇട്ടു. പിന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത് ലൈവായിട്ടാണ് ചെയ്തത്. സവോള ഉള്ളിയുടെയൊക്കെ അതുപോലെ മണ്ണൊക്കെ കഴുകി കളഞ്ഞതാ കഴുകി വാരി വെക്കുമായിരുന്നു. അങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കുവാണ്. അത് കഴിഞ്ഞാണ് ലൈവ് ഇട്ടത് കേട്ടോ. ഉള്ളിയൊക്കെ പൊളിക്കാവുന്ന സമയമായപ്പോഴാണ് ലൈവ് ഇട്ടത്. പക്ഷേ ലൈവിൻ്റെ സമയത്ത് ആകെപ്പാട് നടന്നത് 2-3 ഉള്ളി പൊളിച്ചു. അത് കഴിഞ്ഞാണ് കേട്ടോ എല്ലാം റെഡിയാക്കിയത്. ലൈവിൽ സംസാരവും കാര്യങ്ങളും മാത്രമേ നടന്നുള്ളൂ ഫ്രണ്ട്സ്. പിന്നെ ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിയൊക്കെ വഴറ്റി നമ്മുടെ ഞണ്ട് തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ കാലുകളൊക്കെ കണ്ടോ, ഒന്ന് കുറച്ചുകൂടി ഉടച്ചിടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് കൈ പൊട്ടി. അതുകൊണ്ട് പിന്നെ നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ വെള്ളച്ചാട്ടം കാണാൻ പോയ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ബൈ, സീ യു, ലവ് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.